എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തയ്യാറാക്കിയിട്ടുള്ള 4 വ്യത്യസ്ത തരം ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തയ്യാറാക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള മസാല ദോശയാണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിരിക്കുകയാണ്. ഇനി അതിനെ കട്ട് ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ വലുപ്പത്തിൽ തന്നെ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു വലുപ്പത്തിൽ ഇതേപോലെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ ഗ്രീൻ പീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചെടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്താ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ വെള്ളം ഊറ്റിക്കളയേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇനി ഒരു സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇതുവരെ സ്ലൈസ് ചെയ്തതാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കഷ്ണങ്ങൾ വേകാൻ വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സവാള വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുളക് കൂടി എരിവിന് ആവശ്യമായി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീട്രൂട്ടൊക്കെ വേവിച്ച വെള്ളമില്ലേ, അത് കളയണ്ട, ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ ഉടച്ചെടുത്തത് ഇതിൽ മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ ഒരു രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. വളരെ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ദോശയ്ക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന ഫില്ലിങ്. അപ്പോൾ ആ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞ് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശയൊക്കെ തയ്യാറാക്കുന്ന ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്ക് വേണ്ടി മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചുറ്റിച്ച് കൊടുക്കേണ്ടത്. നെയ്യും ചുറ്റിച്ച് കൊടുത്ത് ഇതാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മസാല നിരത്തി കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമാണ് മസാല വെച്ച് കൊടുക്കുന്നത്. മസാല നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. മസാല ഇതേപോലെ നിരത്തി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിരത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം ഇതേപോലെ നിരത്തി കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിനെ 2-3 തവണ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ മസാല ദോശ റെഡിയായി കഴിഞ്ഞു. ഇനി തവയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടച്ചു കൊടുത്ത് ചൂടൊന്ന് ലെവലാക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പരത്തി കൊടുത്ത് നെയ്യും ചുറ്റിച്ചു കൊടുക്കാം. മസാല ഇതേപോലെ വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്ത് തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. 2-3 തവണ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അടുത്തതും തയ്യാറായി കഴിഞ്ഞ് ഈ രീതിയിൽ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിലുള്ള ഒരു ദോശയാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. മസാല ദോശയൊക്കെ കഴിക്കാൻ കൊതിയാകുന്ന സമയത്ത് അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പം തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെജിറ്റബിൾസും ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അടുത്തത് റവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബൺ ദോശയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂട്ടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തൈരും 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമ്മൾ അരച്ച ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ മാവിരിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സവാളയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ബാറ്ററിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിന് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കടുക് വറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ കടായി എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നന്നായി സിമ്മിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് മാവ് 1 സ്പൂൺ കോരി ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഒരു സൈഡ് നന്നായി പാകപ്പെട്ടിട്ടുണ്ടാകും. ഇനി അതേപോലെ തന്നെ തിരിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ സോഫ്റ്റാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ അതായത് കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് കുക്കുംബർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ദോശയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. ഈ ഒരു പരുവം മതിയാകും. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. 1/2 കപ്പ് റവ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു കുക്കുംബറും മതിയാകും. കുക്കുംബർ ഒന്ന് നന്നായി പീൽ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതേ വലിപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത കുക്കുംബർ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും 1/4 കപ്പ് തേങ്ങയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടി മിക്സിയിൽ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ദോശയ്ക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കുക്കുംബറും റവയും എല്ലാം കൂടി അരച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം.
ഇനി ചൂട് കട്ടിയുള്ള ഒരു തവ നന്നായി ചൂടാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം കനം കുറച്ച് വലുപ്പത്തിൽ പരത്താമോ അത്രയ്ക്കും നല്ലതാണ്. ദോശ ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചുറ്റിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം എടുക്കും ഈ ദോശ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി. ഇനി ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാലൻസ് ഉള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. കുക്കുംബറും റവയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ദോശ മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഈ ഒരളവിൽ 5 ദോശ വരെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ദോശ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കും. ഭയങ്കര ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. കുക്കുംബറും റവയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ദോശ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അടുത്തത് ബീട്രൂട്ടും റവയും ഒക്കെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ബൺ ദോശയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് സാധനം വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 7-8 അല്ലി വെളുത്തുള്ളി മതിയാകും. പിന്നീട് അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു സവാളയുടെ പകുതി വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതത്രയും ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 കപ്പ് ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തതും 1/4 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴറ്റിയ എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതേപോലത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒരു തവി മാവ് കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റോളം ഫ്ലെയിം മീഡിയത്തിലിട്ടതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. നന്നായി പൊന്തി വന്ന് ഫ്ലഫി ആയിട്ടിരിക്കും ദോശ. തിരിച്ചുവിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ഇതേപോലെ ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച് വേവിച്ചെടുക്കാം. ബാലൻസ് ഉള്ള ബാറ്ററെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അരി ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. ഇതേ ബാറ്ററിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ലൂസാക്കി എടുത്താൽ നമുക്ക് വലിയ ഫ്രൈ പാനിൽ ദോശ പോലെ പരത്തിയെടുക്കാനും പറ്റും. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ദോശ കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഫ്ലഫി ആണെന്നും സോഫ്റ്റ് ആണെന്നും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.